ശബരിമലയിലേക്ക് പോകാം. ശബരിമലയിൽ തീർത്ഥാടക തിരക്കിൽ ഗണ്യമായ കുറവുണ്ട്. 9 മണിവരെ 22,000-ഓളം തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. ഈ സീസണിൽ ഏറ്റവും കുറച്ച് അയ്യപ്പന്മാർ എത്തിയത് ഇന്നലെയായിരുന്നു, 76,151 പേർ. ഈ സീസണിൽ ഇതുവരെ 12 ലക്ഷത്തോളം അയ്യപ്പന്മാരാണ് മല ചവിട്ടിയത്. ശബരിമല സന്നിധാനത്ത് രാവിലെ മുതൽ തിരക്ക് കുറവാണ്. ഇന്നലെ തന്നെ 76,151 പേർ മാത്രമാണ് ഇന്നലെ തീർത്ഥാടകരായി എത്തിയത്. ഇന്ന് രാവിലെ മുതൽ തിരക്ക് കുറവാണ്. 2,500 പേരാണ് ഒരു മണിക്കൂറിൽ മല ചവിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, തിരക്കൊഴിഞ്ഞ ഒരു രീതിയിലാണ് ഈ പറയുന്ന തീർത്ഥാടനം നടക്കുന്നത്. തീർത്ഥാടകരെല്ലാം തന്നെ കുട്ടികളും പ്രായമുള്ളവരും എല്ലാം എത്തുന്നുണ്ട്. എന്നാൽ തീർത്ഥാടക എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന തിരക്ക് ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ കൂടുമെന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 70,000 പേർ വെർച്വൽ ക്യൂ വഴിയും 5,000 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും എത്തുക എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും അധികൃതരുടെ തീരുമാനം. എന്നാൽ അത് മറികടന്നുകൊണ്ട് തന്നെ 95,000-ഉം 1 ലക്ഷത്തോളം പേരെല്ലാം എത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയും പ്രത്യേകിച്ചും തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റ്, അവിടുത്തെ കാലാവസ്ഥാ പ്രശ്നങ്ങളെല്ലാം തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവ് വരുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലും ഈ പറഞ്ഞ പോലെ മഴ ഉണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ മഴയുണ്ടായിരുന്നു. അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന തീർത്ഥാടകർ ഇവിടെ എത്തുമ്പോൾ തന്നെ, പമ്പയിൽ എത്തുമ്പോൾ തന്നെ പമ്പയിലും മഴ പെയ്യുന്ന അവസ്ഥയായിരുന്നു ഇന്നലെ. ആ സാഹചര്യത്തിലാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവ് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയും തീർത്ഥാടകർ എത്തിയില്ല. കാരണം ഇന്നലെ രാത്രിയെല്ലാം മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകർക്കും ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ഇന്നലെ തീർത്ഥാടനം പുരോഗമിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സുഗമമായ കാലാവസ്ഥയായിരുന്നു. എന്നാൽ ഇന്നലെ കാലാവസ്ഥയിൽ മാറ്റം വന്നു. ഇന്ന് വീണ്ടും വെയിൽ ഉദിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് സുഗമമായി വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. അതിനാൽ ഇനി തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. സുഗമമായ രീതിയിൽ ദർശനം പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ 12 വിളക്ക് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി മലയാളികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കേരളത്തിൽ നിന്നുള്ള മലയാളികളായ തീർത്ഥാടകർ കൂടുതൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. പിന്നെ അടുത്ത 1-ാം തീയതി ആകുമ്പോഴേക്കും വീണ്ടും ആളുകളുടെ എണ്ണം കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന ആഴ്ചയിൽ തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. സന്നിധാനത്ത് നിന്ന് സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ